അവിടെ കൊടുക്കേണ്ടി ലൂത്ത് നബി. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കം. ലൂത്ത് നബിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ കൊണ്ടിട്ട് തോണ്ടൽ അവിടെ വന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനത്തി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനത്തി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പഴ വന്നതാ കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും നിങ്ങൾ ഒന്ന് പോയത് തന്നെ അടങ്ങാറായി. ഇതിന്റെ എല്ലാവരും ഇയാളെയാണ് പണ്ഡിത സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെറുവാടിയിൽ കൊണ്ടുവന്ന ഒരാൾ.